വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് VLOOKUP ഫംഗ്ഷൻ്റെ കുറച്ച് റൂൾസ് ആണ്. അപ്പോൾ ഒരു 3 റൂൾസ് ഉണ്ട് ഈ VLOOKUP ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ലുക്കപ്പ് വാല്യൂ ഷുഡ് ബി യുണീക്ക് ഇൻ ദ കോളം. അതായത് ലുക്കപ്പ് ചെയ്യുന്ന വാല്യൂ എപ്പോഴും യുണീക്ക് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഈ ഫാസിൽ എന്നുള്ള പേര് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലുക്കപ്പ് ചെയ്യുമ്പോൾ എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, ഫാസിൽ ഞാൻ ഡെസിഗ്നേഷൻ പകരം ഇവിടെ ഏജ് കൊടുക്കാം. ഓക്കെ, VLOOKUP ഫാസിൽ സെലക്ട് ചെയ്തു, ടേബിൾ സെലക്ട് ചെയ്തു, കോമ ഏജ് സെക്കൻഡിലൊന്നാണ്, കോമ 0. നമ്മൾ ലുക്കപ്പ് ചെയ്യുന്ന വാല്യൂ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലുക്കപ്പ് വാല്യൂ ഫംഗ്ഷൻ കറക്റ്റ് വർക്കാവില്ല. ഇപ്പോൾ ഈ ഒരു ടേബിളിൽ ഫാസിൽ എന്നുള്ള പേര് 3 ടൈംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് ഏതാണോ ലുക്കപ്പ് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് മാത്രമേ നമുക്ക് ഈ VLOOKUP ഫംഗ്ഷൻ തരുകയുള്ളൂ. ബാക്കിയുള്ള 2 ഡാറ്റയുടെയും, അതായത് ഒന്നിൽ കൂടുതലുള്ള അതേ സെയിം ലുക്കപ്പ് വാല്യൂ സെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, റിസൾട്ട് കിട്ടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, യു ക്യാൻ ഫൈൻഡ് വാല്യൂസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഫോർമുല ചെയ്ത സമയത്ത് ഇതിൻ്റെ നമ്മൾ സെലക്ട് ചെയ്തത് ഇപ്പോൾ B3 മുതൽ ഈ 11 വരെയാണ്. ലുക്കപ്പ് ചെയ്യുന്ന വാല്യൂവിൽ നിന്നും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കൗണ്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, 2 എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ എംപ്ലോയി കോഡ് വേണമെന്നുണ്ടെങ്കിൽ 3 ആണ്, അതായത് 1 2 3. ഇപ്പോൾ ഡെസിഗ്നേഷൻ വേണമെന്നുണ്ടെങ്കിൽ 4 ആണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഈ VLOOKUP ഫോർമുല വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ലുക്കപ്പ് വാല്യൂ ഷുഡ് ബി ബിലോങ് ടു ഫസ്റ്റ് കോളം ഓഫ് ടേബിൾ അറേ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലുക്കപ്പ് വാല്യൂ ഈ ഒരു ടേബിളിൽ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ടേബിളിൻ്റെ ഫസ്റ്റ് കോളത്തിലായിരിക്കണം. ഓക്കെ, അതാണ് തേർഡ് വൺ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലുക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടില്ല, B3 മുതൽ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു വാല്യൂ ഫസ്റ്റ് കോളത്തിലായിരിക്കണം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നെയിം മാറ്റിയിട്ട് എംപ്ലോയി കോഡ് കൊടുത്ത്, അതേപോലെ ഡെസിഗ്നേഷൻ, ഇപ്പോൾ ഞാൻ ഒരു എംപ്ലോയി കോഡ് കൊടുത്ത് ലുക്കപ്പ് വാല്യൂ VLOOKUP കോമ. ടേബിൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇവിടുന്ന് സെലക്ട് ചെയ്താൽ ഈ ഇക്വേഷൻ വർക്കാവില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലുക്കപ്പ് വാല്യൂ എപ്പോഴും എന്തായിരിക്കണം, ടേബിളിൻ്റെ ഫസ്റ്റ് കോളായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫംഗ്ഷൻ വർക്കാവുള്ളൂ. അല്ലേ? അപ്പോൾ ഇതാണ് VLOOKUP ഫംഗ്ഷൻ്റെ റൂൾസ്. താങ്ക് യു.